കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മളുടെ വെബ് ടി വിയിലൂടെ HFTV TheHeavenlyFeast.tv ലോകമെങ്ങും ഇന്ന് 10,000-ങ്ങൾക്ക് അനുഗ്രഹമായിരിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ HFTVയിൽ തങ്കു ബ്രദർ ഓഗസ്റ്റ് 15-ന് ചെയ്ത ലൈവ് പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. തങ്കു ബ്രദർ പറഞ്ഞ പ്രധാന കാര്യം ഇതാണ്, ഈ രക്ഷ അല്ലെങ്കിൽ രോഗസൗഖ്യം ഇതെല്ലാം ക്രൂശിലൂടെ ക്രിസ്തു മാനവജാതിക്ക് മുഴുവൻ അവൈലബിൾ ആക്കിയിരിക്കുക. കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ രക്ഷ എല്ലാവർക്കും വന്നില്ല, എല്ലാവരും അങ്ങ് രക്ഷിക്കപ്പെട്ടില്ല, എല്ലാവരും രോഗസൗഖ്യം പ്രാപിച്ചില്ല. പക്ഷേ ഇറ്റ് മെയ്ഡ് അവൈലബിൾ, ഏത് മനുഷ്യനും വിശ്വാസത്താൽ പ്രാപിക്കുവാൻ. ഒരു മേശപ്പുറത്ത് കൊണ്ട ഭക്ഷണം വെച്ചിരിക്കുക, പക്ഷെ ഞാൻ എടുത്ത് കഴിക്കണം. അതെങ്ങനെ ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ, രക്ഷയും ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളും എൻ്റെ സ്വന്തമാക്കാം, ഞാനതിനെന്ത് ചെയ്യണം, അതായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ദൈവവചനത്തിലേക്ക് കിടക്കാം. എൻ്റെ മനസ്സിലൂടെ പോയ രണ്ട് വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു ഒരു മതസ്ഥാപനങ്ങളല്ലല്ലോ. ഹി ഡി നോട്ട് ഫോം എ റിലിജൻ, ഹി ഡി നോട്ട് ഫൗണ്ട് എ റിലിജൻ. പലരും ഒരു സംഘടനയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ഒരിക്കലും ഒരു മതം സ്ഥാപിച്ചില്ല. തൻ്റെ ആഗ്രഹം പോലും അതല്ലായിരുന്നു. ഇന്ത്യയുടെ ഭരണഘടന പോലും പറയുന്നത് ഒരുത്തൻ ജനിച്ചാൽ ക്രിസ്ത്യാനിയാകുന്നില്ല, എന്നാൽ യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് റിലിജൻ അല്ല, മറിച്ച് ഇറ്റ്സ് എ ഫെയ്ത്ത് മൂവ്മെൻറ്റ്. വിശ്വസിക്കുന്ന ആർക്കും യേശുവിനെ സ്വീകരിക്കാം. യേശു അകത്ത് വന്നു കഴിയുമ്പോൾ ആസ്പെക്ട്സ് എല്ലാം മാറും. അങ്ങനെ യേശു എന്ന് പറയുന്നത് ഒരു മതഭ്രാന്തല്ല, മറിച്ച് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നടത്തുന്ന അനുഭവമാണ്. അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ ഫ്രീഡമാണ്, ലിബർട്ടിയാണ് യേശു ക്രിസ്തുവിൽ. ഞാൻ ഇനിയും തപ്പി തേടണ്ട, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് എൻ്റെ യാത്ര, അല്ല മരണാന്തരം പോലും ഒരു അനിശ്ചിതത്വമല്ല. ഈ ഭൂമിയിൽ അനിശ്ചിതത്വമില്ല, മാത്രമല്ല മരണാന്തരം പോലും ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഉറപ്പോടെയാണ് ഞാൻ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ ഒരു ജയകരമായ ജീവിതമുണ്ട്. അപ്പോൾ തന്നെ തൻ്റെ ഉറപ്പ് ഈ ഭൂമിയിൽ താൻ അനുഭവിക്കുന്നതെല്ലാം വരാനിരിക്കുന്ന ലോകത്തിലെ ഫോർട്ടേസ്റ്റ്. ഉദാഹരണത്തിന് ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ, ഒരു ഭവനത്തിൽ വളരെ സന്തോഷത്തോടെ, ആ ഭവനമില്ലാത്തവർക്ക് ഒരു പുതിയ ഭവനത്തിൽ കയറുക എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ആ സന്തോഷം ഈസ് എ ഫോർട്ടേസ്റ്റ് ഓഫ് ദ മാൻഷൻ ദാറ്റ് ജീസസ് ഈസ് ബിൽഡിംഗ് ഫോർ അസ്. ഈ ഭൗതികമായി ഈ ഭവനത്തിൽ പ്രവേശിക്കുന്ന ആ സന്തോഷം വാസ്തവത്തിൽ വരാനിരിക്കുന്ന എൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാസസ്ഥലം, മാൻഷൻസ് എന്ന് എഴുതിയിരിക്കുന്നു, അവിടെ ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ഫോർട്ടേസ്റ്റ്, വിവാഹം നടക്കാൻ പോകുന്ന വിവാഹത്തിൻ്റെ ഫോർട്ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇതെല്ലാം ഈ ഭൂമിയിലെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മുഖാന്തരമാകുന്നില്ല. ഇതെല്ലാം ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പം ഓരോ അനുഗ്രഹങ്ങളും, ഓരോ അത്ഭുതങ്ങളും, ഓരോ കാര്യം കാണിക്കുന്നത് ഇതിനേക്കാളും മെച്ചമായ ഒരു ഹെവൻലി സിറ്റി, ഒരു സ്വർഗീയമായ പട്ടണം, സ്വർഗീയമായ ഭവനം നമുക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചപ്പാട് ഇറ്റ് ഈസ് എ ഹെയർലൈനാണ്. ഇവിടുത്തെ അനുഗ്രഹങ്ങളെല്ലാം, ഈ അനുഗ്രഹമേ എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കാനല്ല, അത് നമ്മുടെ ഒരു ഫോർട്ടേസ്റ്റാണ്. ഇറ്റ് ഈസ്
എ ടേസ്റ്റ് ഓഫ് തിങ്സ് ടു കം. വരാനിരിക്കുന്ന ആ വലിയ നിത്യജീവൻ നിറഞ്ഞിരിക്കുന്ന നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പും ധൈര്യവുമാണ് ആ ലഭിക്കുന്ന അനുഗ്രഹം. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-4 വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും പരിശുദ്ധാത്മാവിനാലും ഉറപ്പിക്കുന്ന ഇത്രയും വലിയ രക്ഷ എന്ന് പറയുന്ന സാൽവേഷൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. രക്ഷ എന്ന് പറയുന്നത്, ഒരാൾ യേശുവിനെ സ്വീകരിച്ചു, അത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു എൻഡല്ല. ദിനംതോറും ആ മനസ്സ് രൂപാന്തരം പ്രാപിച്ച് ആ കർത്താവിനോട് അനുരൂപനായി തീരുവാനുള്ള ആഗ്രഹവും സൗമ്യതയും തികഞ്ഞ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരാനും. സ്നേഹം എന്ന് പറയുമ്പോൾ ഒരാൾ സ്നേഹത്തിൽ നിറയുക, സൗമ്യത എന്ന് പറയുന്നത് അയാൾ ഒരു ഫൂളല്ല, അയാളെ ഹി ഹാസ് ദ വിസ്ഡം ഓഫ് ഗോഡ്. ആ സ്നേഹം, ആ സൗമ്യത, ഇതെല്ലാം നാൾക്ക് നാൾ മനസ്സ് രൂപാന്തരം പ്രാപിച്ച് ഈ ലോകത്തെ വാഴുന്നവരായി, ഈ ലോകത്തിലെ സാഹചര്യങ്ങളെ വാഴുന്നവരായും പ്ലസ് നിത്യതയുടെ ഉറപ്പുള്ളവർ. കാര്യം ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന നിത്യത ഇത്ര റിയലാണ്, ഇതിനേക്കാളും റിയലും ഫോറെവറാണ്. ഇവിടം നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, ഈ ആയുസ്സിൽ മാത്രമാണ് നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചതെങ്കിൽ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ യു ആർ പിറ്റിയബിൾ, നിങ്ങൾ ദയനീയാവസ്ഥ. കാര്യം ഇവിടം കൊണ്ട് അവസാനിക്കുന്ന അല്ലല്ലോ ഇത് ഒരു നിത്യമായ ഒരു ഡെസ്റ്റിനിയാണ്. അതുകൊണ്ടാണ് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ആരംഭിച്ചതായത്. ഇറ്റ് ഈസ് എ ബിഗ് മാസ്റ്റർ പ്ലാൻ. അത് മനസ്സിലാക്കുന്നത് നമ്മൾ യേശുവിനെ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം, ഓരോ ദിവസവും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും പരിശുദ്ധാത്മാവ്, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ ഭവനങ്ങളിൽ രോഗിയായി കിടക്കുന്നവർ സൗഖ്യമായിരിക്കും. ചിലപ്പം ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ രോഗികളെല്ലാം എന്താ സൗഖ്യമാകാത്തത്? നോ, എനിക്കതിൻ്റെ ഒരു തീർച്ചപ്പെട്ട മറുപടി പറയാൻ ഇല്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ തൻ്റെ അടിപ്പിണറുകളാൽ തൻ്റെ പുറത്ത് അടി കൊണ്ടതുകൊണ്ട് ആ വില താൻ കൊടുത്തത് സൗഖ്യത്തിന് വേണ്ടി. മത്തായി സുവിശേഷം 8:17 പറയുന്നത്, ആൻഡ് ഹി ബോർ അവർ സിക്നസ് ആൻഡ് ടുക്ക് അവർ ഇൻഫോർമിറ്റീസ്. നമ്മുടെ രോഗവും ബലഹീനതയും തൻ്റെ മേൽ ചുമന്നു. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണറുകളാൽ സൗഖ്യമുണ്ട്. ആർക്കുണ്ട്? വിശ്വസിക്കുന്ന ആർക്കും. ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്താൽ രക്ഷ സൗജന്യമായിരിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല മരിച്ചത്. ദൈവവചനത്തിലെ ഏറ്റവും അധികം ട്രാൻസ്ലേറ്റഡ് ആയിട്ടുള്ള വാക്യമാണ് യോഹന്നാൻ 3:16. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് that he gave his only begotten son, that those who believe in him will not perish but will have eternal life. ലോകത്തെ സ്നേഹിച്ചു, ഒരു കമ്മ്യൂണിറ്റിയെ സ്നേഹിച്ചതല്ല, യഹൂദന്മാരെ സ്നേഹിച്ചതുകൊണ്ട് വിട്ടതല്ല, മറിച്ച് ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കും. എന്തുകൊണ്ടാണ് എല്ലാവരും സൗഖ്യമാകാത്തത് എന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ മറുചോദ്യം, എന്തുകൊണ്ടാണ് ലോകത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടാത്തത്? ഈ രക്ഷ സൗജന്യമല്ലേ? അതിൻ്റെ കാരണം, ഒന്ന്, ആ രക്ഷ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഉള്ളിൽ ഈ രക്ഷ യേശുവിൽ സ്വീകരിക്കുമ്പോൾ ഇത്രയും ഫ്രീ ആയി ലാഘവമായി മോക്ഷം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഒരു കർമ്മവും ചെയ്യേണ്ട ആവശ്യമില്ല, യേശുവെ എൻ്റെ ജീവിതത്തിൽ വരണം, അങ്ങയുടെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണം എന്ന് പറയുമ്പോൾ പാപം മുഴുവൻ കഴുകൽ പ്രാപിച്ച് മോക്ഷം അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, സൗജന്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും. ഒരു നിമിഷം ആ മരുഭൂമിയിലോട്ട് നമ്മൾ പോയാൽ, ഇസ്രായേലിൻ്റെ യാത്രയുടെ മധ്യത്തിൽ അവർ മർദ്ദലിച്ചു, കംപ്ലയിൻറ്റ് ചെയ്തു, അഗ്നിസർപ്പങ്ങൾ അവരെ ഓടിക്കാൻ തുടങ്ങി. നമ്മൾ കാണുമ്പോൾ അഗ്നിസർപ്പം കടിച്ചവർ മരിക്കുക. മോശയ്ക്ക് ദൈവത്തോടുള്ള ചോദ്യം, എന്ത് ചെയ്യണം?
ഇവരെ രക്ഷിക്കണം. കാര്യം ഇവരെ ഇറക്കിക്കൊണ്ട് വന്ന ഉത്തരവാദിത്തം മോശയുടെ. ദൈവം ഇറക്കിയെങ്കിലും മോശ മുഖാന്തരമാണ് അവരെ ഇറക്കിയത്. അതുകൊണ്ടാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു മനോഹരമായൊരു വാക്കുണ്ട്. ആ വാക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷകരമായി എടുക്കുന്ന ഒരു വചനമാണ്. നിങ്ങൾക്കും അതെടുക്കാം. ആ വചനം ഇങ്ങനെയാണ്. ഏത് മോശയാണോ അവർ ചോദിച്ചത്, നീ ആരാ ഞങ്ങളുടെ മേൽ ന്യായവിധി നടത്താൻ വന്നത്, നീ ഹൂ ആർ യു എ ജഡ്ജ് ടു അസ് എന്ന് പറഞ്ഞ തള്ളിയ അതേ മോശെ ദൈവം അവരുടെ വിടുതലിനായി ഉപയോഗിച്ചു. ഇന്ന് ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാം. നിങ്ങളെ തള്ളി പറയുന്നവർ, നിങ്ങളെ നിന്ദിക്കുന്നവർ, വിശ്വാസ നിമിത്തം നിന്ദയുണ്ട്, പരിഹാസമുണ്ട്, കഷ്ടതയുണ്ട്. കഷ്ടതയെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടും രോഗമല്ല. നമ്മൾ സത്യം ചെയ്തിട്ടും നേരോടെ നടക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് കളവും വ്യാജവുമായി പറയുമ്പോൾ, അവിടെ യേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് കളവും വ്യാജവും പറയുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിൻ, പ്രതിഫലം ഏറെയുണ്ട്. സ്വർഗത്തിൽ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നൗ ഈ മോശെ തള്ളിയതുപോലെ നിങ്ങളെയും, നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിക്കുമ്പോഴും, നിങ്ങളെ നിന്ദിക്കുമ്പോഴും, വചനം പറയുമ്പോൾ നിങ്ങളെ പരിഹസിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തണം, അവരുടെ രക്ഷ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ആ മോശയെ ദൈവം ഉപയോഗിച്ചു. സോ മോശ റെസ്പോൺസിബിളാണ്. ഇവർ മർദ്ദലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ദൈവം പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു പോസ്റ്റിൽ തൂക്കണം. ഇതൊരു നിഴല ഇന്നത്തെ. ആ പിച്ചള സർപ്പത്തെ നോക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ജീവൻ മുഴുവൻ പോവുക, പക്ഷേ കണ്ണൊന്ന് തുറന്നൊന്ന് നോക്കിയാൽ മതി, ഇത്തരം കാര്യം ചെയ്താൽ മതി, ആ ജീവൻ തിരിച്ചു വരും. അന്നത്തെ ആൾക്കാരും അവരുടെ മനസ്സിലൂടെ പോയ ചിന്താഗതി ഇതായിരിക്കും. ഈ പ്രായം ചെന്ന ഈ മോശ 80 വയസ്സ് കഴിഞ്ഞു, ഈ കിളവൻ പറയുന്ന ഇത്രയും വലിയ ഭോഷത്വം, ഇവിടെ ജീവനുള്ള പാമ്പ് കടിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പിച്ചള സർപ്പത്തെ നോക്കിയാൽ രക്ഷപ്പെടുമെന്ന്, ജീവൻ കിട്ടുമെന്ന്, എന്താ ഒരു ഫൂളിഷ്നെസ്സാണ്. പക്ഷേ ആ ഫൂളിഷ്നെസ് അന്ന് വിശ്വസിച്ചവർക്ക് ജീവൻ പ്രാപിച്ചു. ദൈവം ഒരുക്കി വെച്ച മാർഗമായിരുന്നു അത്. യേശു പറയാണ്, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടും. മരിച്ചുയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഏവർക്കും, അന്ന് ഫിസിക്കൽ ഡെത്ത് ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ആത്മീയമായ നിത്യത വരെ നിത്യജീവൻ ലഭിച്ചുകൊണ്ട് പെറുഷെയ്ത്തില്ല എന്ന് യേശു പറയുക. നോ, എന്തുകൊണ്ട് എല്ലാവരും സൗഖ്യമാകുന്നില്ല? തിരിച്ചെൻ്റെ മറുപടി, എന്തുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല? ഇത് ലോകത്തിന് എല്ലാവർക്കും അവൈലബിൾ അല്ലേ? ചിലരൊക്കെ പറയും, ഞാൻ രോഗസൗഖ്യം പ്രാപിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചു. അങ്ങനെയാണെന്ന് മെഡിക്കൽ കോളേജിലുള്ള എല്ലാവരും, ഹോസ്പിറ്റലിൽ കിടക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവന്ന്. ചിലർ പറയും, കടബാധ്യത വന്നതുകൊണ്ടാണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. കാര്യം കടബാധ്യത വന്നവർ ഇന്നും ദൈവത്തെ മർദ്ദലിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് നിങ്ങൾ ദൈവം എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്കിയെന്ന്? പക്ഷേ ദൈവത്തിൻ്റെ ഒരു സെലക്ഷനായിരുന്നു, ചോയ്സായിരുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൽ മനോഹരമായൊരു വചനമാണ്, മാനപാത്രമായി നമ്മളെ കരുണയുടെ പാത്രമായി ഡിസ്പ്ലേ ആക്കി തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. സോ ഇറ്റ് വാസ് പ്യുവർ ഗ്രേസ്. അപ്പം സൗഖ്യം എന്തുകൊണ്ടാണ് നടക്കാത്തത്? സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ അത് പ്രാപിക്കും. ദൈവജനത്തിൽ പറയാം, യേശുവിനെ മരിച്ചെടുത്തുനിന്ന് ഉയർപ്പിച്ച അതേ ദൈവശക്തി നിങ്ങളുടെ മൃത് ശരീരങ്ങൾക്ക് ജീവൻ നൽകും. അത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശരീരത്തെ ജീവൻ നൽകുവാൻ, എൻ്റെ അവയവങ്ങൾക്ക് ജീവൻ നൽകുവാൻ ആ പുനരുത്ഥാന ശക്തി എൻ്റെ ശരീരത്തിലൂടെ വ്യാപരിച്ചുകൊണ്ടായിരിക്കുന്നു. ഐ എം റിന്യൂഡ് ഡേ ബൈ ഡേ. ഐ എം മെയ്ഡ് പവർഫുൾ ഡേ ബൈ ഡേ. അത് ഞാൻ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത് ആ ദൈവശക്തി. ചിലരെ പറയും, അത്ഭുതത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പം. ഞാനും പറഞ്ഞതാണ്. കാര്യം എൻ്റെ കൺമുമ്പിൽ പലരും സൗഖ്യമാകുമ്പോൾ ഞാൻ സൗഖ്യമായില്ല. അതുകൊണ്ട് തന്നെ സ്കെപ്റ്റിക്കലായിട്ട് ഞാൻ ഓർത്തു, ഇതൊക്കെ ചുമ്മാ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ ഇരിക്കുമ്പോൾ എനിക്കറിയാം, അത്ഭുതവും അടയാളത്താൽ ദൈവം എന്നെ ഉറപ്പിച്ചത് നിത്യതയാണ്. സോ എത്ര വലിയ അസ്വസ്ഥതയാണോ, വിശ്വസിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു സൗഖ്യമാക്കും. ഞാനത് വിശ്വസിക്കുന്നു. നൗ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷ മധ്യേ പറഞ്ഞ 2 വചനം ഞാൻ ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യം മുതൽ താഴോട്ട് 36-ാം വാക്യം വരെ ആണ്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. നിങ്ങളുടെ ഭവനത്തിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിളിലൂടെ എടുത്തേക്കണം. മലയാളത്തിൽ നിങ്ങളവിടെ വായിക്കണം. എൻ്റെ കൂടെ തന്നെ വായിക്കാം. 31 മുതൽ.
And Jesus said to those Jews who believed in him, "If you abide in my word, you are my disciples indeed. And you shall know the truth, and the truth shall set you free." And they answered to him, "We are Abraham's descendants. We have never been in bondage to anybody. How can you say you will be made free?" Jesus answered, "Most assuredly I say to you, whosoever commits sin is a slave of sin. And a slave does not abide in the house forever, but a son abides in it forever. Therefore, if the Son makes you free, you shall be free indeed." Now, രണ്ട് എക്സ്പ്രഷൻ ഇവിടെ യേശു പറയാം. ഒന്ന്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. രണ്ട്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. ഇതിൻ്റെ രണ്ടാം ഭാഗം ഞാൻ ആദ്യമേ പറയാം. ഇത് ആത്മീയമായി സ്പിരിറ്റ് വേൾഡിൽ, അതുകൊണ്ട് ഇതിനെ അനുബന്ധിച്ചാണ് പൗലോസ് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, വീണ്ടും നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിൻ്റെ ആത്മാവിനെ അത്രേ തന്നിരിക്കുന്നത്. നൗ ഇവിടെ ഇവരുടെ ചോദ്യം, നീ എങ്ങനെയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നത്? നിനക്കെങ്ങനെയാണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ പറ്റും? ഞങ്ങൾ ബന്ധനത്തിലല്ല, ഞങ്ങൾ ബോണ്ടേജിലല്ല. അങ്ങനെ അവർ ബോണ്ടേജിലല്ലെന്ന് പറയുമ്പോൾ തന്നെ അവരാണ്. അതിൻ്റെ കാരണം അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട്, അവരുടെ മേൽ ഒരു കുഴപ്പം വരാതിരിക്കാനായിട്ട് പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ അവരുടെ ചോദ്യം, ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഞങ്ങൾ എന്നാ ചെയ്യണം? അതിൻ്റെ അർത്ഥം എന്നാ? ഭയമുണ്ടാകത്ത്. അവർ ഭയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാപ്റ്റിവേറ്റിംഗ്, നമ്മളെ അമർത്തുന്നത്, ബോണ്ടേജ് അത്. എന്നാൽ അന്ന് വരെയും യഹൂദന്മാർ, എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ പറയാണ്, അവർ ആടുകളുടെയും കാളകളുടെയും രക്തം കൊണ്ട് ബലി കഴിപ്പിച്ചു. എന്നാൽ അവിടെ പറയാണ്, ഈ ആടുകളുടെയും കാളകളുടെയും ഈ രക്തം ഒരിക്കലും സൽഗുണപൂർത്തി വരുത്തത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാം വർഷവും ആ ബലി പിന്നെയും ഈ യാഗം കഴിക്കണം. ആ യാഗം കഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പാപം അകത്ത് കിടക്കുന്നത് കൊണ്ടും ദൈവവുമായിട്ടുള്ള ബന്ധം അത് സ്ഥിരമാകാത്തത് കൊണ്ടും അതിനോട് മുഖാന്തരമായ ഭയം. അവരതാ യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചത്, എങ്ങനെയായി കോപത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്? എന്നാൽ യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ദിസ് ഈസ് എ മിസ്റ്ററി. ഇതൊരു മർമ്മമാണ്. ഈ മർമ്മം വലുതാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നമ്പർ 1, ദൈവം മനുഷ്യനായി. ചിന്തിക്കാൻ മേല. സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഒരു മനുഷ്യനായി തീരുന്നു. അത് തന്നെ ഏറ്റവും വലിയ കഷ്ടതയാണ്. ഓർത്ത് നോക്കിക്കേ, ഒരു നിസ്സാരം നമുക്ക് ചിന്തിക്കാം. ഞാനിപ്പം ഇവിടെ ഇരിക്കുമ്പം ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞ് വന്ന് തൻ്റെ ഡ്രസ്സ് എന്നെ ഇടിക്കാൻ ശ്രമിച്ചാൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇത് സർവശക്തനായ ദൈവം, ഹൂ ഈസ് ഓംനിപൊട്ടൻറ്റ്. ഈ ഭൂമി മാത്രമല്ല, ഗോളങ്ങളെ സൃഷ്ടിച്ച ആ ഒരു ലിമിറ്റുമില്ലാത്ത ആ ദൈവം എനിക്ക് വേണ്ടി ഒരു ലിമിറ്റഡ് ബോഡിക്കകത്ത് പ്രവേശിക്കുക, ഹു പുട്ട് ഓൺ ഫ്ലഷ് എന്ന് പറയുന്നത് ഇസ് എ ബിഗസ്റ്റ് സഫറിങ്. ആൻഡ് ആ തീരുമാനം 1 ദിവസമോ 2 ദിവസമോ 33 വർഷമോ അല്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതും ഒരു ശരീരത്തിൽ ആയിരുന്നു. ഹി ഡി നോട്ട് റൈസ് അപ്പ് ആസ് എ സ്പിരിറ്റ്. ഇന്ന് യേശു ആത്മാവിലല്ല നിൽക്കുന്നത്. ഗോഡ് ഈസ് എ സ്പിരിറ്റ്, പിതാവ് സ്പിരിറ്റാണ്. പക്ഷേ യേശു എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റത് ഒരു ശരീരത്തിലാണ്. അതുകൊണ്ടാണ് കാണാൻ പറ്റിയത്, തൊടാൻ പറ്റിയത്. അതാ യേശുവും പറഞ്ഞത്, ഭൂതങ്ങൾക്ക്, സ്പിരിറ്റിന് ഡസ് നോട്ട് ഹാവ് ഫ്ലഷ് ആൻഡ് ബോൺസ്. നിങ്ങൾ തൊട്ട് നോക്ക്, എന്നെ തൊട്ട് നോക്ക്. ഇറ്റ് വാസ് റിയൽ ആൻഡ് ദിസ് വാസ് ഫോർ എവർ. നൗ യേശു ക്രിസ്തുവിൻ്റെ രക്തം, ക്രൂശിൽ ആ ചൊരിഞ്ഞ രക്തം എൻ്റെ മനസ്സാക്ഷിയെ പോലും ക്ലീനാക്കും. അത് എൻ്റെ പ്രാർത്ഥന കൊണ്ടോ എൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ഇത് ദൈവം തന്നെ, ഊനമില്ലാത്ത ആട് എന്ന് പറയുന്നത് പോലെ, ഒരു കളങ്കവുമില്ലാത്ത ഒരു യാഗം ഒരിക്കലായി എന്നേക്കുമായി ക്രിസ്തു യേശുവിൽ നടന്നു. യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട്
ആ രക്തത്താൽ എൻ്റെ മനസ്സാക്ഷി പോലും ക്ലീനാക്കി. ദ സൺ സെറ്റ് മീ ഫ്രീ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അകത്ത് പിതാവേ എന്ന് വിളിക്കാനുള്ള ധൈര്യം, പ്രാഗൽഭ്യം ക്രിസ്തു യേശുവിൻ്റെ യാഗത്താൽ, രക്തത്താൽ എനിക്ക് ലഭിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രക്തം എനിക്ക് വേണ്ടി എല്ലായ്പ്പോഴും ഗുണകരമായി സംസാരിക്കുന്നു എന്ന ധൈര്യവും പ്രാഗൽഭ്യവും തന്നു. എനിക്ക് സൽഗുണപൂർത്തി വന്നു. എൻ്റെ അകത്തുനിന്ന് ആ ഭയം മാറി. ഇനിയും ദൈവം എന്നെ അംഗീകരിക്കുമോ? ദൈവത്തിൻ്റെ കോപം എൻ്റെ മേൽ വരുമോ? ദൈവം എന്നെ തകർത്ത് കളയുമോ? ഇനി സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം? ഈ വക ഭയപ്പെടുത്തുന്ന ചോദ്യങ്ങളെല്ലാം, അല്ലെങ്കിൽ എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്ന, എന്നെ ബന്ധനത്തിലാക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്നും യേശു ക്രിസ്തു എന്നേക്കുമായി മാറ്റി. ദ സൺ സെറ്റ് മീ ഫ്രീ. അതിൻ്റെ ഉറപ്പ് ഞാൻ ഇന്ന് ഭവനത്തിൽ വസിക്കുന്നവൻ. അതാ യേശു പറയുന്നത്, ഒരു അടിമ, ഒരു സ്ലേവ് ഡസ് നോട്ട് ലിവ് ഇൻ ദ ഹൗസ്, പക്ഷേ നിങ്ങൾ ഭവനക്കാരായി. അതായത് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം ആരംഭിക്കുന്നത് നിങ്ങൾ അന്യരും പരദേശികളായിരുന്നു. അവസാനിപ്പിക്കുക 20:18 മുതൽ വായിക്കുമ്പോൾ, നിങ്ങൾ ഇനി അന്യരും പരദേശികളല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരായി. അത് പുത്രൻ സ്വാതന്ത്ര്യം വരുത്തിയെ കൊണ്ട് തന്നെയാണ്. ചിലർ ഇങ്ങനെ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഇത്രയും പവർഫുള്ളാണ് യേശുവിൻ്റെ രക്തമെങ്കിൽ ലോകത്തിൽ ഇന്നും അനീതി മാറുന്നില്ല, അധർമ്മം മാറുന്നില്ല, ഇത്രയും വഷളത്വം പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഒരിക്കൽ റെയിൻഹാർഡ് ബോങ്ക് എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസനോട് ഒരു നിരീശ്വരവാദി ടി വിയിൽ ലൈവ് ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചിൻ്റെ പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യമായി വേർ ഈസ് ദ പവർ? അങ്ങനെയായിരുന്നെങ്കിൽ ലോകത്തിന് മുഴുവൻ നിങ്ങൾ പറയുന്ന ലോകത്തിലെ മുഴുവൻ ആൾക്കാർക്ക് വേണ്ടി യേശു മരിച്ചു, ലോകത്തിലെ സകല ജനതയ്ക്ക് വേണ്ടി യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞു. പക്ഷേ വൈ ഈസ് ഇറ്റ് നോട്ട് ഹെൽപ്പിംഗ് അസ്? ഇത്രയും ലോകം മുഴുവൻ പല കാരണത്താൽ പലരും അധർമ്മികളാകുന്നു, പലരും പല വിഷയത്തിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു യേശുവിൻ്റെ രക്തം പവർഫുള്ളാണ്. റെയിൻഹാർഡ് ബോങ്കയുടെ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സോപ്പ് എല്ലാവരുടെ വീട്ടിലുണ്ട്, സോപ്പ് മാർക്കറ്റിലുമുണ്ട്. ഇനിയല്ല, സോപ്പ് ഫാക്ടറിയുടെ ഉടമസ്ഥൻ, മാനുഫാക്ചർ ചെയ്യുന്ന സോപ്പ് ഉണ്ടാക്കുന്ന ആ ഉടമസ്ഥൻ തൻ്റെ മനസ്സിൽ പറയുകയാണ്, ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന വ്യക്തി, അതുകൊണ്ട് കുളിക്കുമ്പോൾ സോപ്പ് ഉപയോഗിക്കേണ്ട. സോപ്പ് മാർക്കറ്റിലുണ്ട്, അത് വെച്ച് വീട്ടിലും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിക്കാത്തോളം കാലം എനിക്ക് നാറ്റം വെച്ചുകൊണ്ടിരിക്കും. ഐ ഹാവ് ടു അപ്ലൈ ദാറ്റ് സോപ്പ്. ആ സോപ്പ് എടുത്തൊന്ന് കുളിക്കാൻ നേരത്ത് ഉപയോഗിച്ചാലേ എൻ്റെ അഴുക്ക് പോകത്തുള്ളൂ. അതുപോലെ തന്നെ യേശുവിൻ്റെ രക്തം അവൈലബിളാണ്, പക്ഷെ അത് വിശ്വസിക്കുകയും അപ്ലൈ ചെയ്യുകയും ചെയ്യുന്നവർ അവരുടെ ജീവിതത്തിൽ സൽഗുണപൂർത്തി ഉണ്ടാകും. സോ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും സൗഖ്യവും വിടുതലും ഈ സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് നടക്കും. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്ന അങ്ങയുടെ ദയക്കായി സ്തോത്രം. ഭവനങ്ങളിലായിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞിരിക്കുന്ന വാക്ക് മാറിപ്പോകത്തില്ല. അങ്ങയുടെ സ്വഭാവം സ്നേഹമാണ്. ഇന്ന് ശാരീരികമായ അസ്വസ്ഥതയായിരിക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. വളഞ്ഞിരിക്കുന്ന അസ്ഥികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നുവരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ സ്കോളിയോസിസ്, നട്ടലുടെ ആ വളവ് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നുവരുന്നു വരട്ടെ. മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തിയുടെ സാന്നിധ്യത്താൽ ഓരോ ഭവനങ്ങളിലും ഒരു ടാൻജിബിൾ പ്രസൻസ് ഇറങ്ങി നിൽക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ടാൻജിബിൾ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ എവറി ഹൗസ്, ഇൻ എവറി പ്ലേസ്, ഓൺ എവറിബഡി. യേശുവിൻ്റെ നാമത്തിൽ അത് നിറഞ്ഞു നിൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കാഴ്ച കാറ്ററാക്റ്റ് ആയിട്ടുള്ള കാഴ്ച തെളിഞ്ഞ് കാണുന്നില്ല, അവർ പരിപൂർണ്ണ സൗഖ്യമാകട്ടെ. ചെവിക്കകത്തുനിന്ന് പഴുപ്പ് വരുന്ന പ്രയാസം, ഞാൻ പറയുന്ന മുതിർന്നവർക്ക് മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അങ്ങനെയുള്ള അസ്വസ്ഥതയുള്ളവർ എന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ കൈവച്ചോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ പഴുപ്പ്
പരിപൂർണമായ സൗഖ്യമായി ആ പഴുപ്പ് മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് സൗഖ്യമാക്കുന്നവനാണ്. അങ്ങയുടെ അടിപ്പിണറുകളാൽ ഇന്നും സൗഖ്യമുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും 2 പേര് ഐക്യമത്യയോടെ ഈ ഭൂമിയിൽ ഒരു കാര്യത്തിന്മേൽ സമ്മതിച്ചാൽ ഞങ്ങൾ ഒരൊറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. അത്ഭുത രോഗസൗഖ്യങ്ങൾ എല്ലായിടത്തും നടക്കട്ടെ. ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ദൈവശക്തിയും സാന്നിധ്യവും ഇറങ്ങി അത്ഭുതങ്ങൾ നടക്കട്ടെ. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവൃത്തികളും നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ച നൽകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കുമ്പോൾ നിത്യതയുടെയും രക്ഷയുടെയും ഉറപ്പാണല്ലോ ഇത്. കർത്താവെ കരുണ ചെയ്യുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ് കർത്താവെ. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ ആ കാണുന്ന സ്ക്രീനിലോട്ട് നിങ്ങളുടെ കരം നീട്ടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പിതാവെ, ക്രിസ്തു യേശുവിൻ്റെ മനസ്സോടെ ശുശ്രൂഷിക്കുവാൻ ഉയരത്തിലെ ദൈവശക്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കർത്താവ് പ്രവർത്തിക്കണം. കർത്താവ് അങ്ങനെ തന്നെ ചെയ്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.